അധ്യക്ഷൻ ആർ വി ബാബു കൂടി ചേരുന്നുണ്ട്. മഞ്ജുഷ, ശ്രീ ആർ വി ബാബു, കേരളത്തിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം അനുവദിക്കണമെന്ന് സർക്കാർ നിലപാട് സ്വീകരിക്കുമ്പോൾ ആ സർക്കാരിന് നേതൃത്വം നൽകിയിരുന്നത് ഇടതുമുന്നണിയാണ് എന്ന് നമുക്കറിയാം. അത് നയിച്ചത് CPIM ആണ് എന്ന് നമുക്കറിയാം. പിന്നീട് സുപ്രീം കോടതി വിധി വന്നതിന് ശേഷവും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും കേരളത്തിൽ നവോത്ഥാന വനിതാ മതിലടക്കം സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തത് ഇതേ പാർട്ടിയുടെ നേതൃത്വം നൽകുന്ന സർക്കാർ സംവിധാനങ്ങളാണ് എന്ന് നമുക്കറിയാം. ഇപ്പോഴിതാ MA ബേബി ആ നിലപാട് മാറ്റി പറയുകയാണ്. ആരാധനാലയങ്ങളിൽ അതായത് സ്ത്രീ പ്രവേശനം അല്ലെങ്കിൽ എന്നത് CPIMന്റെ ഒരു നയമല്ല, അതിന് സമയം അനിവാര്യമായി വരും എന്ന് അദ്ദേഹം പറയുന്നു. യുവതീ പ്രവേശനം പരാമർശിക്കാതെ സുപ്രീം കോടതിയിൽ സർക്കാർ ഇപ്പോൾ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലത്തെക്കുറിച്ച് നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ മറ്റു രാഷ്ട്രീയ പാർട്ടികളെല്ലാം വിശ്വാസികൾക്കൊപ്പം എന്ന നിലപാടിലേക്ക് വന്നിരുന്നുവെങ്കിലും CPIM അതിന് ഒരുക്കമായിരുന്നില്ല. ഇപ്പോൾ വലിയ തിരുത്തിന് CPIM തയ്യാറായിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, ഈ CPIMന്റെ നിലപാട് എല്ലാ കാലത്തും ഇതേപോലെയാണ്, നമുക്കറിയാം. കാരണം ഒരു 10 വർഷം കൂടുമ്പോൾ അവർ മുൻപ് എടുത്ത നിലപാട് തിരുത്തി. മുൻപൊക്കെ 40 വർഷം കഴിഞ്ഞിട്ടാണ് മുൻപെടുത്ത നിലപാടുകൾ തിരുത്തിയിട്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണെന്ന് പറയാറ്. ഇപ്പൊ അത്രയൊന്നും സമയം വേണ്ട, ഒരു 4-5 വർഷം കഴിയുമ്പോഴേക്കും ഞങ്ങൾ തെറ്റുപറ്റിയതാണ്, ഞങ്ങളുടെ നിലപാട് ഇതല്ല, മറിച്ച് വേറൊരു നിലപാടാണ് എന്ന് പറയുക എന്നുള്ളത് CPIMന്റെ ഒരു സ്ഥിരം കാര്യപരിപാടിയാണ്. നമ്മളത് കണ്ടിട്ടുണ്ട്, പല സന്ദർഭങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ട്. ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ CPIMന്റെയും സർക്കാരിന്റെയും നിലപാടിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. ആ കാലത്ത് ശക്തമായിട്ട് സ്ത്രീ പ്രവേശനം, യുവതീ പ്രവേശനം ശബരിമലയിൽ നടത്തണം, അനുവദിക്കണം എന്ന് വാദിച്ചവരാണ്. ഈ 2007 അച്യുതാനന്ദന്റെ സർക്കാർ ഉള്ള സമയത്ത് കൊടുത്ത അഫിഡാവിറ്റില് 2 സെന്റൻസിലാണ് ഈ പണ്ഡിതന്മാരെയും സ്കോളേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, അതേപോലെ ആചാര്യന്മാരായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ച് വേണമെങ്കിൽ സുപ്രീം കോടതിക്ക് ഇതിനെ സംബന്ധിച്ച് ഒരു പഠനം നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിലപാടെടുക്കാം വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കി 15 പേജില് 14 പേജും 16 പാരഗ്രാഫാണ് അത് മൊത്തം. അതിനകത്ത് 15 പാരഗ്രാഫും ഈ യുവതീ പ്രവേശനത്തിന് വേണ്ടി വാദിച്ചുകൊണ്ടുള്ള പാരഗ്രാഫുകളാണ്. അതിൽ ഏറ്റവും കൗതുകരമായിട്ടുള്ളത്, നിങ്ങൾക്കൊക്കെ അത്ഭുതം തോന്നും, ഈ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് LDF സർക്കാർ കൊടുത്ത അഫിഡാവിറ്റില് സ്ത്രീകളെ ദേവതമാരെ പോലെ കരുതുന്ന മതമാണ് ഹിന്ദുമതം എന്ന് പറഞ്ഞിട്ട് മനുസ്മൃതിയാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഏത് LDF സർക്കാർ ഉദ്ധരിച്ചിട്ടുള്ളത് മനുസ്മൃതിയാണ്. അതായത് സ്ത്രീകളെ ദേവതമാരെ പോലെ കരുതുന്നതാണ്, എവിടെയാണോ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നത് അവിടെ ദേവതകൾ രമിക്കുന്നു എന്ന ആ ശ്ലോകം ഉദ്ധരിച്ചിട്ടുള്ളത് LDF സർക്കാരാണ്. മാത്രമല്ല, ശങ്കരന്റെ സൗന്ദര്യ ലഹരി ഉദ്ധരിച്ചിട്ട് സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശമുള്ള മതമാണ് ഹിന്ദുമതം എന്ന് സ്ഥാപിക്കുകയാണ് LDF. ശരിക്കും പറഞ്ഞാൽ RSS ഒക്കെ പറയുന്ന അതേ നയം, അതേ കാര്യം തന്നെ ഉദ്ധരിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് തുല്യ അവകാശമുള്ള മതമാണെന്നൊക്കെ ഞങ്ങളുടെ നിലപാടാണ്. ഈ ഹിന്ദു സംസ്കാരവും ഹിന്ദു മതമൊക്കെ അത് അഫിഡാവിറ്റിൽ ഉൾപ്പെടുത്തി കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് CPM. അപ്പൊ CPMന്റെ ഇപ്പോഴത്തെ ഈ മാറ്റം എന്ന് പറഞ്ഞാൽ വസ്തുത ഇതാണ്, ഞാനത് കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എടുത്ത ഒരു നിലപാട് മാറ്റമാണ് എന്ന് മാത്രം ഇതിനെ കാണണ്ട. മറിച്ച് ഇപ്പൊ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ വരുന്ന വിഷയത്തിൽ മുസ്ലിം പള്ളികളിലെ സ്ത്രീ പ്രവേശവും ഒരു വിഷയമായിട്ട് വരും. മുസ്ലിം പള്ളികളിലെ സ്ത്രീ പ്രവേശം വിഷയമായിട്ട് വരുമ്പോൾ അവിടെ ഈ സ്ത്രീക്ക് പള്ളിയിൽ പ്രവേശിപ്പിക്കണം എന്ന നിലപാടെടുക്കാൻ CPMനാവില്ല. മുസ്ലിം വിഷയത്തിൽ എല്ലാ കാര്യത്തിലും CPMന് വ്യത്യസ്തമായ നിലപാടുണ്ട്. സ്ത്രീകളുടെ തുല്യതയെ സംബന്ധിച്ച് MA ബേബി അടക്കം ഈ നിലപാട് മാറ്റുന്നത് മുസ്ലിം സ്ത്രീകളുടെ ദേവാലയങ്ങളിലെ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധി മനസ്സിലാക്കി എന്നാണോ താങ്കൾ നിരീക്ഷിക്കുന്നത്? അതിലെന്താ സംശയം? ഇപ്പൊ നോക്കട്ടെ, സമസ്തയുടെ അഭിപ്രായം വന്നില്ലേ? അതായത് സ്ത്രീകള് പൊതു സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്നതിനെതിരായിട്ട് സമസ്തയുടെ നിലപാട് വന്നില്ലേ? CPMോ കോൺഗ്രസോ ആ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? CPMന്റെ നിലപാട് എന്താണ് വിഷയത്തിൽ? സ്ത്രീ തുല്യതയെ സംബന്ധിച്ച് പറയുന്ന CPMന് ഈ സമസ്തയുടെ നിലപാടിനെ സംബന്ധിച്ച്, സമസ്ത പറഞ്ഞ അഭിപ്രായത്തെ സംബന്ധിച്ച് CPMന് വല്ല നിലപാടുണ്ടോ? ഈ കാപട്യം ജനങ്ങളുടെ മുമ്പിൽ അവർ കാണുകയില്ലെന്നേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് CPM തികഞ്ഞ കാപട്യം നിറഞ്ഞൊരു പ്രസ്ഥാനമാണ്. അതായത് താങ്കൾ പറയുന്നത് അനുസരിച്ച് ഇതിപ്പോൾ ഹൈന്ദവ വിശ്വാസികളുടെ വികാരത്തെ കണക്കിലെടുത്തുകൊണ്ടല്ല CPIM ഇങ്ങനെ ഒരു നിലപാട് മാറ്റിയിട്ടുള്ളത്. ഹൈന്ദവ വിശ്വാസത്തെ ഒരു കാലത്തും അവർ കണക്കിലെടുത്തിട്ടില്ല. കണക്കിലെടുക്കുന്ന ഒരു പാർട്ടിയല്ല അത്.
ഹിന്ദു സമൂഹത്തെ ഛിന്ന ഭിന്നമാക്കുക, ഹിന്ദു സമൂഹത്തെ തകർക്കുക എന്ന ലക്ഷ്യമാണ് അവർ. കാരണം ഹിന്ദു സമൂഹത്തെ തകർക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഹിന്ദുക്കൾ ഭിന്നിച്ചു നിന്നാൽ മാത്രമേ CPM-ന് ആ വോട്ടുകൾ CPM-ലേക്ക് വരൂ. ഒരു അസംഘടിത ഹിന്ദു സമാജമാണ് CPM-ന്റെ ശക്തി. സംഘടിത ഹിന്ദു സമാജം CPM-ന്റെ വേരുകൾ ഇല്ലാതാക്കും കേരളത്തിൽ. ഇത് വളരെ തിരിച്ചറിയാവുന്ന പാർട്ടിയാണ് CPM. അതുകൊണ്ട് ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ അപ്പൊ നോക്കൂ, അതായത് സർക്കാർ നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു നവോത്ഥാന മുന്നണി ഉണ്ടാക്കി. ആ മുന്നണിയിൽ ക്രിസ്ത്യൻ മുസ്ലിം സംഘടനകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഹൈന്ദവ സംഘടനകൾ മാത്രമാണ് ഉണ്ടായത്. ഹൈന്ദവ സംഘടനകളെ മാത്രം ചേർത്തുകൊണ്ട് ഒരു നവോത്ഥാന മുന്നണി ഉണ്ടാക്കി. എന്തിനു വേണ്ടിയിട്ടാണ്? ഹിന്ദു സംഘടനകളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പരസ്പരം ഭിന്നിപ്പിക്കുക, പരസ്പരം ജാതി പറഞ്ഞ് ഭിന്നിപ്പിക്കുക, ബ്രാഹ്മണ്യം, അവർണൻ സവർണൻ എന്നൊക്കെ പറഞ്ഞ് ഭിന്നിപ്പിക്കുക, ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ്. ജാതി പറഞ്ഞ് ഭിന്നിപ്പിക്കുക ഹിന്ദു സമൂഹത്തെ. അതാണ് CPM എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത്. അതാണ് അവരുടെ ശക്തിയായിട്ട് അവർ നിലനിർത്തിയിരുന്നത്. ഭിന്നിച്ചു നിൽക്കുന്ന ഹിന്ദു സമൂഹമാണ് CPM-ന് വേണ്ടത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാലത്തും CPM ഹിന്ദുക്കൾക്കെതിരായിരുന്നു. ഇപ്പോൾ CPM-ന്റെ ഈ നിലപാട് മാറ്റം എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം സമുദായത്തെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് വരുന്നു എന്ന് കാണുമ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിപ്പോ ഏതെങ്കിലും വിഷയത്തിൽ, ഇപ്പൊ ശരീഅത്ത് വിഷയത്തിൽ സ്ത്രീകൾക്ക് സ്വത്താവകാശത്തിലെ തുല്യതയെ സംബന്ധിച്ച് CPM-ന്റെ നിലപാടെന്താണ്? CPM ആ നിലപാടെടുക്കുന്നില്ലല്ലോ. സ്ത്രീകളുടെ പള്ളിപ്രവേശം CPM-ന്റെ നിലപാടുണ്ടോ? പൊതുരംഗത്ത് സ്ത്രീകൾ വരാൻ പാടില്ല എന്നുള്ള നിലപാട് CPM-ന്റെ നിലപാടുണ്ടോ? അവർ മിണ്ടുന്നില്ലല്ലോ. അപ്പോ ഈ കാപട്യം ജനങ്ങൾ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന് മുൻപാകെ ഈ കസർത്ത് കൊണ്ട് ഹിന്ദുക്കളെ പറ്റിക്കാം എന്നൊക്കെ MA ബേബി വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ വിശ്വാസികൾ അതൊക്കെ തിരിച്ചറിഞ്ഞിട്ടുള്ളതുണ്ട്. അതുകൊണ്ട് ശബരിമല പോയാലും ശബരിമല സ്വർണ്ണക്കൊള്ളയായാലും ഈ വിഷയങ്ങളിലൊക്കെ CPM-ന്റെ ഈ കാപട്യം തിരിച്ചറിഞ്ഞ് ജനങ്ങൾ തക്കതായ മറുപടി നൽകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. യെസ്, ഇതാണ്, അതായത് ഹൈന്ദവ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ഒരു നിലപാടായി ഇതിനെ കാണേണ്ടതില്ല എന്നതാണ് RV ബാബുവിൻ്റെ പ്രതികരണം. വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. മഞ്ജുഷ്, ഒരുപക്ഷെ RV ബാബു അടക്കമുള്ളവർ സൂചിപ്പിക്കുന്നത് താങ്കളും ശ്രദ്ധിച്ചു കാണുമല്ലോ. അതായത് ഈ യുവതീ പ്രവേശനം എന്നത് ഇപ്പോഴത്തെ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമല്ല എന്ന തരത്തിൽ MA ബേബി പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, വീണ്ടും സുപ്രീം കോടതിയിൽ വിഷയം എത്തുകയും സർക്കാരിനോട് ഇതിൽ വ്യക്തത വരുത്തുകയും ദേവസ്വം ബോർഡിനോടക്കം വിഷയത്തിലുള്ള നിലപാട് ആരായുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലമുണ്ട്. അപ്പോൾ CPM-ന്റെ ഈ നിലപാട് മാറ്റത്തെ ഈ നിലയിൽ ആണ് ഹിന്ദു ഐക്യവേദി അടക്കം കാണുന്നത് എന്ന് പറയുമ്പോൾ അതിൽ ഒരു കൂടുതൽ വ്യക്തത വരുത്തിയിട്ടുണ്ടോ? അതായത് ഇപ്പോൾ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരുടേത്, പാഴ്സി വിഭാഗത്തിൽപ്പെട്ടവരുടേത്, അങ്ങനെയൊക്കെയുള്ള ആരാധനാക്രമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമടക്കം ഒരുപക്ഷെ സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ച് അത് വിശാലമായി തന്നെ പരിഗണിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ് ഉണ്ടാകുന്നത്. അപ്പോഴൊക്കെ ഈ പാർട്ടിയുടെ നിലപാടുകൾ വരും ദിവസങ്ങളിലോ ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ഉണ്ടല്ലോ. ശരിയാണ്. ഇപ്പോൾ ഹിന്ദു സംഘടനകൾ കൃത്യമായിട്ട് അത് പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഹിന്ദു സംഘടനകൾ, പ്രത്യേകിച്ച് ഹിന്ദു ഐക്യവേദി പോലെയുള്ള സംഘടനകൾ, ഇനി പരിവാർ സംഘടനകൾ, ഇവരൊക്കെ ഏത് നിലപാടായിരിക്കും CPM-ന്റെ ഇപ്പോഴത്തെ ഈ നയമാറ്റത്തെ കുറിച്ച് പറയുക എന്ന കാര്യം അറിയാവുന്നതാണ്. അതായത് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.